ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ബയോളജിയാണ്. 9th ബയോളജി ഹാഫ് ഇയർലി എക്സാമിനേഷൻ്റെ ആൻസർ കീ ആണിത്. അതായത് നിങ്ങൾ ഇപ്പോൾ എഴുതിയ ക്രിസ്മസ് എക്സാമിൻ്റെ ആൻസർ കീ 2025-26 ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ ഇത് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൻ്റെ മുഴുവൻ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. 9ാം ക്ലാസ്സിൻ്റെ ബയോളജി ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും മലയാളം മീഡിയത്തിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദ റീസൺ ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് സ്റ്റേറ്റ്മെന്റ് എ ആണ്. നമുക്ക് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, പക്ഷെ റീസൺ എന്താണ്? റീസൺ ഇൻകറക്റ്റ് ആണ് കേട്ടോ. രണ്ടാമത്തതിൻ്റെ ആൻസർ വരുന്നത് ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും. മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്. നാലാമത്തെ ക്വസ്റ്റിന് ആൻസർ സി. അഞ്ചാമത്തെ നമുക്ക് ആൻസർ ക്വസ്റ്റ്യൻസ് ഫ്രം 5 to 11 ഈച്ച് ക്യാരീസ് 2 സ്കോർ ആണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ആ ഓപ്ഷൻ്റെ ആൻസേഴ്സ് ഒക്കെ ഒന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒന്നാമത്തതിൻ്റെ എ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്, റീസൺ ഇൻകറക്റ്റ്. 2 ആൽക്കഹോൾ കാർബൺ ഡൈ ഓക്സൈഡ്. 3 ബി ആണ് കേട്ടോ, സി അല്ല. ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് വെച്ച് പറഞ്ഞതാണ്. 3 ബി ആണ് വരിക. 3 ബി. 4 സി ആണ് കേട്ടോ. അപ്പോൾ അഞ്ചാമത്തതിൻ്റെ ആൻസർ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കണ്ടല്ലോ. എ സ്റ്റേജ് ഓഫ് വെന്റിലേഷൻ ആണ് ഇവിടെ ഇലസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അനലൈസ് ദി ഇലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ ആണ്. ഐഡന്റിഫൈ എക്സ് ആൻഡ് വൈ ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ദെയർ കൺട്രാക്ഷൻ ഹെൽപ്സ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് എയർ ഇൻ ടു ദി ലങ്സ് ആണ്. ആറാമത്തേന്ന് പറയുന്നത് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദ പ്രോസസ് ഓഫ് ഓസ്മോസിസ് ആണ് തന്നിരിക്കുന്നത്. ബേസ്ഡ് ഓൺ ഇറ്റ് എക്സ്പ്ലെയിൻ ദ സിറ്റുവേഷൻ ഗിവൺ ബിലോ. അപ്പോൾ സിറ്റുവേഷൻ എന്താ? എ മാംഗോ ഷ്രിങ്സ് വെൻ ഇറ്റ് ഇസ് പുട്ട് ഇൻ സോൾട്ട്. ബി സീഡ്സ് വെൽ വെൻ പ്ലേസ്ഡ് ഇൻ പ്യുവർ വാട്ടർ. ഇതിലൊരു ഓർ ക്വസ്റ്റ്യനും വരുന്നുണ്ട്. നമുക്ക് ആദ്യം 5ന്റെ 6ന്റെ ആൻസർ ഒന്ന് നോക്കാം. അഞ്ചാമത്തെ വെൻ എക്സ് ഇന്റർകോസ്റ്റൽ മസിൽസ് ആൻഡ് വൈ ഡയഫ്രം കോൺട്രാക്ട്, വോളിയം ഓഫ് thoracic cavity ഇൻക്രീസസ് ആൻഡ് എയർ പ്രഷർ ഇൻസൈഡ് ദ ലങ്സ് ഡിക്രീസസ് ആണ്. ഡി ഇ ആണ് കേട്ടോ. ഹെൻസ് എയർ എൻറ്റർ ഇൻ ടു ദ ലങ്സ്. ഇൻസ്പിറേഷൻ. ആറാമത്തെ എയുടെ എ ആൻസർ വരുന്നത് വാട്ടർ ഫ്രം ദ സെൽസ് ഓഫ് മാംഗോ പുട്ട് ഇൻ സോൾട്ട് കം ഔട്ട് എക്സോസ്മോസിസ്. ബി വാട്ടർ എൻറ്റേഴ്സ് ദ സെൽ ഓഫ് ദ സീഡ്സ് വെൻ പ്ലേസ്ഡ് ഇൻ ഫ്രഷ് വാട്ടർ. 6 എ കഴിഞ്ഞാൽ നമുക്ക് 6 ബി വരുന്നുണ്ട് ചോദ്യങ്ങൾ. 6 ബി ആണ് കേട്ടോ ഇത് ചോദ്യം. എക്സ്പ്ലെയിൻ ദ റീസൺസ് ഫോർ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ഓൺ ദ ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ്. The fragrance of flowers can be sensed from a distance. B movement of glucose molecules into the cell. അപ്പോൾ ആറാമത്തെ ബിയുടെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. 6 ബിയുടെ ആൻസർ ത്രൂ ഡിഫ്യൂഷൻ. എ ത്രൂ ഡിഫ്യൂഷൻ. ബി ബൈ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാരിയർ പ്രോട്ടീൻസ്. ഓക്കെ, 6 കഴിഞ്ഞാൽ നമ്മുടെ ഏഴാമത്തെ ചോദ്യം നോക്കൂ നിങ്ങൾ. ഏഴാമത്തെ എന്താണ്? ഇവിടെ തന്നിട്ടുണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ്. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? വൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഡ്രിങ്കിങ് ഇൻസഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആൻഡ് നോട്ട് യൂറിനേറ്റിംഗ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് അഫക്ട് ദ ഹെൽത്ത് ഓഫ് ദ കിഡ്നീസ്. അതായത് നന്നായി വെള്ളം കുടിച്ചില്ല, അതുപോലെ യൂറിനേറ്റിന് കറക്റ്റായിട്ട് യൂറിനേഷൻ പാസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിഡ്നി ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് yes. If bacteria in the urinary tract are not eliminated, a urinary tract infection can occur. Okay. ഇനി എട്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ഇമേജസ് തന്നിട്ടുണ്ട്. ഒബ്സർവ് ദി ഇമേജസ് ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. A question, how does the structural framework differ in these organism? B, write the different functions performed by the structural framework in the organism. Why? Then ഒമ്പതാമത്തെ ചോദ്യം എന്താ? ബോത്ത് ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ occur simultaneously in the mesophyll cells of leaves during daytime. How does this help in the process of gaseous exchange in plants? അപ്പോൾ 8, 9ന്റെ ആൻസർ ഒന്ന് നോക്കാം നമുക്ക്. 8 എന്താ? 8ന്റെ എ ആൻസർ ഫ്ലൂയിഡ് ഫിൽഡ് ഹൈഡ്രോസ്കെൽട്ടൺ ഇൻ എക്സ് എർത്തുവും ആൻഡ് കാൽഷ്യം കാർബണേറ്റ് എക്സോസ്കെൽട്ടൺ ഇൻ വൈറ്റ് ക്രാബ്. ബിയുടെ ആൻസർ എന്താ? പ്രൊട്ടക്ഷൻ, ഷേപ്പ്, മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷൻ. ഒമ്പതാമത്തതിൻ്റെ ആൻസർ ഡ്യൂ ടു ദ ഹൈ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഡ്യൂറിംഗ് ദ ഡേ സം ഓഫ് ദ ഓക്സിജൻ പ്രൊഡ്യൂസ്ഡ് ഈസ് യൂസ്ഡ് ഫോർ റെസ്പിറേഷൻ ആൻഡ് ദ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ്ഡ് ഈസ് യൂസ്ഡ് ഫോർ ഫോട്ടോസിന്തസിസ്. 9 കഴിഞ്ഞാൽ നമുക്ക് 10ാമത്തതിൻ്റെ ആണ്. 10 എ റൈറ്റ് ദ ആൻസേഴ്സ് ആണ് താഴെ തന്നിരിക്കുന്നത്. എ വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ്. ബി വാട്ട് ആർ ദ മെറ്റീരിയൽസ്
required for the reaction that takes place in the stroma of the chloroplast. 10 or question ഉണ്ട്. Or question, answer the following question based on the storage of nutrients in plants ആണ്. The product formed as a result of photosynthesis cannot be stored in the same form. Why? B. This product is stored in plants as different nutrients. What are they? അപ്പം നമുക്ക് 10ന്റെ എയും ബിയും നോക്കാട്ടോ. 10ന്റെ എ വരുന്നത് 10ന്റെ എയിലെ എ ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദി സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഈസ് യൂസ്ഡ് ടു മേക്ക് ഗ്ലൂക്കോസ്. ബി എന്താ? ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. എനർജി ഈസ് റിക്വയർഡ് ഫോർ ദിസ്. ഇനി 10ലെ ബി ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. 10ന്റെ ഓറായിട്ടൊരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ എ വരുന്നത് ദ ഗ്ലൂക്കോസ് ദസ് ഫോംഡ് ഈസ് സൊല്യൂബിൾ ഇൻ വാട്ടർ. ബി സ്റ്റാർച്ച്, സൂക്രോസ്, ഫ്രക്ടോസ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്. ഇതിൽ ഏതൊക്കെ 2 ആൻസർ ആയിട്ട് എടുത്ത് എഴുതിയാൽ മതി. നമ്മൾ കുറച്ച് എഴുതിയിട്ടുണ്ടെന്ന് മാത്രം. ഇനി നമുക്ക് 11ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഗ്രോത്തിന്റെ, കുട്ടികളുടെ ഗ്രോത്തിനെ കുറിച്ച് താഴെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. 11. അതിൽ എ ക്വസ്റ്റ്യൻ, വിച്ച് ഫുഡ് ഐറ്റം ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ഡയറ്റ് ടു എൻഷുർ ദ അവൈലബിലിറ്റി ഓഫ് കാൽഷ്യം. കാൽഷ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഡയറ്റിൽ ഏതൊക്കെ ഫുഡ് ഐറ്റം ഇൻക്ലൂഡ് ചെയ്യണം. ബി. വൈ ഈസ് ഇറ്റ് നെസസറി ഫോർ ചിൽഡ്രൻ ടു എൻഗേജ് ഇൻ ഗെയിംസ് ദാറ്റ് എക്സ്പോസ് ദം ടു സൺലൈറ്റ്. അപ്പോൾ 11 എയുടെ ആൻസർ വരുന്നത് ഡയറി പ്രോഡക്ട്സ്, ഫിഷ്, ലീഫി വെജിറ്റബിൾസ്, എഗ്, മീറ്റ്. ബിയുടെ ആൻസർ വരുന്നത് സൺലൈറ്റ് ഹെൽപ്സ് ഇൻ ഗെറ്റിംഗ് വൈറ്റമിൻ ഡി വിച്ച് ഹെൽപ്സ് ഇൻ അബ്സോർബിങ് കാൽഷ്യം. ഇനി നമുക്ക് 12 എ വരുന്നത് വാട്ട് ഡസ് ഈച്ച് നമ്പർ ഷോൺ ഓൺ ദ സ്ക്രീൻ ഇൻഡിക്കേറ്റ് ഇൻ റിലേഷൻ ടു ബ്ലഡ് പ്രഷർ. ബി. ഹൗ ഇസ് ദിസ് പേഴ്സൺസ് ബ്ലഡ് പ്രഷർ ഡിഫറെൻറ്റ് ഫ്രം നോർമൽ ആൻഡ് വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ് കണ്ടീഷൻ ആണ്. അപ്പോൾ 12 എ ബി നോക്കണം. അതേപോലെ തന്നെ 12 എയുടെ ആൻസർ സിസ്റ്റോളിക് പ്രഷർ, ഡയസ്റ്റോളിക് പ്രഷർ ആണ്. 12 ബി ഹയർ ദാൻ 120/80 mmHg, ഹൈ ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ ആണ് അയാൾക്കുള്ളത്. 13 നോക്കൂ, ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് തന്നിരിക്കുന്നത്. അതിൽ എക്സ് എന്ന് ഡിനോട്ട് ചെയ്ത് നമ്മൾ ആൻസർ കണ്ടുപിടിക്കണം. എ ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ ലേബിൾഡ് പാർട്ടാണ് എക്സ്. 13 ബി വാട്ട് ആർ ദ കോമ്പോണൻസ് ദാറ്റ് പ്രൊവൈഡ് ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത് ടു ബോൺസ്. 13 സി റൈറ്റ് എനി 2 ഫങ്ഷൻസ് ഓഫ് ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ്. അല്ലെങ്കിൽ അതിലൊരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, താഴെ ബോൺസിന്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അതിൽ എക്സ് ഭാഗം ലേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ബിക്കും എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. എന്നിട്ട് ആ എക്സിന്റെ ഫംഗ്ഷൻ എഴുതാൻ ബി ക്വസ്റ്റ്യൻ. സി എന്താ? എക്സ് ഗ്രോസ് കമ്പാരേറ്റീവ്ലി സ്ലോവർ ദാൻ അതർ ടിഷ്യൂസ്. വൈ? അപ്പോൾ 13ന്റെ എയും ബിയും നമുക്ക് നോക്കാം. 13ന്റെ എയില് എ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. എക്സ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് പെരിയോസ്റ്റിയം ആണ്, കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ബോൺ. ബി ആൻസർ കാൽഷ്യം, ഫോസ്ഫേറ്റ്, കൊളാജൻ, പ്രോട്ടീൻസ് ആൻഡ് സോൾട്ട്. സി ആൻസർ ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ് ഡിപ്പോസിറ്റ് മിനറൽസ് ഇൻ ദ ബോൺസ്, മേക്ക് ദം സ്ട്രോങ് ആൻഡ് ഫേം ആൻഡ് ഹെൽപ്പ് ഇൻ ഗ്രോത്ത് ആൻഡ് റിപ്പയർ. ഇനി 13ന്റെ ബി, അതിൽ എ എന്താ? എക്സ് ഭാഗം കാർട്ടിലേജ് ആണ്. അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നാണ് ബിയുടെ ക്വസ്റ്റ്യൻ. റെഡ്യൂസസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബോൺസ് ആണ്. സി സിൻസ് കാർട്ടിലേജ് ഡസ് നോട്ട് ഹാവ് ബ്ലഡ് വെസൽസ് ഓർ നെർവ്സ്, ഗ്രോത്ത് ഈസ് സ്ലോ. ദെൻ ഇനി നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, 14ലും എ ബി സി ഉണ്ട്. 14 എ, വിച്ച് സെൽസ് ആർ മെൻഷൻ ഇൻ സ്റ്റേറ്റ്മെന്റ്സ് എ ആൻഡ് ബി. ബി, what are the process that help in the transport of substances through these cells. C, why do the cells mentioned in statement B appear like long pipes. 15 ചിത്രം തന്നെയാണ് തന്നിരിക്കുന്നത്, ലേബിൾ ചെയ്യണം എക്സ് ആൻഡ് വൈ ഭാഗങ്ങൾ, അതിൻ്റെ ഫങ്ഷൻ, എക്സിൻ്റെ ഫങ്ഷനും എഴുതണം. 16 എന്താണ്? നമുക്ക് പ്രിപ്പയർ എ നോട്ട് കമ്പയറിംഗ് ഗ്ലൈക്കോലിസിസ് ആൻഡ് ക്രബ്സ് സൈക്കിൾ ബേസ്ഡ് ഓൺ ദ ഗിവൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ക്രബ്സ് സൈക്കിളിനെയും അതുപോലെ തന്നെ ഗ്ലൈക്കോലിസിസിനെയും കുറിച്ച് നമ്മൾ എഴുതണം. അല്ലെങ്കിൽ നമ്മൾ എഴുതേണ്ടത് ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസിൻ്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. എ ക്വസ്റ്റ്യൻ എന്താ? എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ. ബി റൈറ്റ് 2 മെത്തേഡ്സ് ബൈ വിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ട്രാൻസ്പോർട്ടഡ്. അപ്പം നമുക്കിതിൽ 14, 15, 16, 17 ഉണ്ട്. 17 എന്താ? 2 പിക്ചർ തന്നിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ നെയിം ദ മസിൽസ് പി ക്യൂ. ബി റൈറ്റ് 2 characteristics that help to identify them. C, which of these muscles can be controlled according to one's will. D, write examples of the body parts where it is found. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ നമ്പറും എ ബി സിയും ആണ് കേട്ടോ ആൻസറിൽ പറയാൻ പോണത്. കൺഫ്യൂഷൻ അടിക്കണ്ട, കറക്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ടായിരിക്കും. 14ാമത്തതിൻ്റെ എ ആൻസർ സൈലം, ബി ആൻസർ ഓസ്മോസിസ്, റൂട്ട് പ്രഷർ, കോഹിഷൻ, അഡിഷൻ, ട്രാൻസ്പിറേഷൻ.
സിയുടെ ആൻസർ ബിക്കോസ് വെൻ സെൽസ് ഡൈ ദ ക്രോസ് വാൾസ് ബിറ്റ്വീൻ ദ സെൽസ് ആർ ഡിസ്ട്രോയിഡ്. 15 എക്സ് എന്ന ഭാഗം ലിഗമെന്റ് ആണ് അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ. വൈ എന്ന ഭാഗം സൈനോവിയൽ ഫ്ലൂയിഡ് ആണ്. ബിയുടെ ആൻസർ റെഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബോൺസ് ടു ഫെസിലിറ്റേറ്റ് മൂവ്മെന്റ്. 16 എയുടെ ആൻസർ ഗ്ലൈക്കോലിസിസ് ആണ്. ടേക്സ് പ്ലേസ് ഇൻ ദ സൈറ്റോപ്ലാസം, ഡസ് നോട്ട് റിക്വയർ ഓക്സിജൻ ആൻഡ് ഗ്ലൂക്കോസ് പാർട്ടിസിപ്പേറ്റ്സ്. Krebs cycle takes place within mitochondria, requires oxygen and also participates pyruvic acid. Energy is required for this process. Or B യുടെ ആൻസർ എ എന്താ? Each hemoglobin molecule carries 4 oxygen molecules. ഇനി B, it is transported either as bicarbonate dissolved in the water of the RBC or combined with its hemoglobin. ഹീമോഗ്ലോബിന് ഒരു എ ഉണ്ട്. To form carbaminohemoglobin. Okay. നെക്സ്റ്റ് 17 എയുടെ ആൻസർ പി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന സ്മൂത്ത് മസിലും ക്യൂ സ്കെൽറ്റൻ മസിലുമാണ്. ബിയുടെ ആൻസർ സ്പിൻഡിൽ ഷേപ്ഡ് സെൽസ് വിതൗട്ട് സ്ട്രയേഷൻ ഇൻ സ്മൂത്ത് മസിൽ, സിലിണ്ടറിക്കൽ ഷേപ്ഡ് സെൽസ് വിതൗട്ട് സ്ട്രയേഷൻ ഇൻ സ്കെൽറ്റൽ മസിൽ. സി എന്താ? ക്യൂ സ്കെൽറ്റൽ മസിൽ ഇസ് വോളണ്ടറി, സീൻ ഇൻ ലിംസ്, നെക്ക്, ഫേസ് എക്സെട്ര. ഇനി 18 ആണ്. 18 നമുക്ക് എയും ബിയും ഉണ്ട്. എ ഓർ ബി ആണ്. എയിൽ വാട്ട് ആർ ദ ഓർഗൻസ് ഇൻഡിക്കേറ്റഡ് എസ് എക്സ് ആൻഡ് വൈ. ബി, ഹൗ ഇസ് അമോണിയ കൺവേർട്ടഡ് ഇൻ ടു യൂറിയ. സി എന്താ? വാട്ട് ആർ ദ പ്രോസസ്സസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് യൂറിൻ ഫ്രം ബ്ലഡ്. ഡി, വൈ ആർ ഓൾ ദ components ഓഫ് ദ glomerular filtrate which is initially formed from blood not found in urine. അല്ലെങ്കിൽ ഓർ എന്താ? അനലൈസ് ദി ഇലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ആണ്. എ, റൈറ്റ് ദ നെയിംസ് ഓഫ് എക്സ് ആൻഡ് വൈ. ബി, വാട്ട് ഇസ് ദ ഫ്ലൂയിഡ് ഫോംഡ് ഇൻ ദ പാർട്ട് ലേബിൾഡ് സി, ഹൗ ഡസ് ഇറ്റ് ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു യൂറിൻ. സി, ഹൗ ഡസ് ദ ഡിഫറൻസ് ഇൻ ദ ഡയമീറ്റർ ഓഫ് എക്സ് ആൻഡ് വൈ ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ദിസ് ഫ്ലൂയിഡ്. ഡി, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബ്ലഡ് ഇൻ ദ റീനൽ ആർട്ടറി ആൻഡ് ദ ബ്ലഡ് ഇൻ ദ റീനൽ വെയിൻ. 18 എയുടെ ആൻസർ പറയുന്നത് എക്സ് ലിവർ ആണ്, വൈ കിഡ്നി. ബി, അമോണിയ കമ്പൈൻസ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ടു ഫോം യൂറിയ. സി എന്താ? അൾട്രാ ഫിൽട്രേഷൻ, റീ അബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. ഡി, ബിക്കോസ് 99% ഓഫ് ഇറ്റ് ഈസ് റീ അബ്സോർബ്ഡ് ഇൻ ടു ദി ബ്ലഡ്. ഓർ ബി ആണ്. ബിയിൽ എ പറയുന്നത് എക്സ് അഫറൻ വെസൽ ആണ്, വൈ എഫറൻ വെസൽ ആണ്. ബി, ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആണ്. ഫ്രം ദിസ് ദ ബോഡി റീ അബ്സോർബ്സ് വാട്ട് ഇറ്റ് നീഡ്സ് ആൻഡ് സം ഈസ് സെക്രീറ്റഡ് ടു ബിക്കം യൂറിൻ. സി എന്താ? ഡ്യൂ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എക്സ് ആൻഡ് വൈ. എക്സ് അഫറൻ വെസൽ ആണ്, വൈ എഫറൻ വെസൽ ആണ്. ദ പ്രഷർ റിക്വയർഡ് ഫോർ അൾട്രാ ഫിൽട്രേഷൻ പ്രോസസ് ഈസ് മെയിൻറ്റെയിൻഡ്. ഡി, ബ്ലഡ് വിത്ത് ഹൈ ലെവൽസ് ഓഫ് വേസ്റ്റ് പ്രോഡക്ട്സ് ഇൻ ദ റീനൽ ആർട്ടറി ആൻഡ് ബ്ലഡ് വിത്ത് ലോ ലെവൽസ് ഓഫ് വേസ്റ്റ് പ്രോഡക്ട്സ് ഇൻ ദ റീനൽ വെയിൻ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ 18 ക്വസ്റ്റ്യൻ. എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സും നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയാണ് വേണ്ടത് എങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.